സ്പിരിറ്റ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാനത് മറ്റൊരു തലത്തിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ശരീരം ജനിക്കുമ്പോൾ മുതൽ മരണം വരെ നമ്മുടെ ശരീരം ആക്റ്റീവ് ആണെങ്കിൽ പോലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ശരീരത്തിനകത്തുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നത് ഒരു 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിലായിരിക്കും. സോ എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സോ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഹോർമോണുകളുടെ ഒക്കെ പ്രവർത്തനം ഒരു സമയമാകുമ്പോൾ, ഒരു പ്രായമാകുമ്പോൾ അത് സജ്ജമാകുന്നതിനെയാണ് ഈ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഒരു എഞ്ചിനീയർ ആകാൻ പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാൻ പഠിക്കുന്ന ഒരു വ്യക്തി 4 വർഷം 5 വർഷം പഠിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഒരു ഡോക്ടറായിട്ട്, ഒരു എഞ്ചിനീയറായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റായിട്ട് അവൻ്റെ നോളജ് ആക്റ്റീവ് ആകുകയാണ്, അല്ലെങ്കിൽ അതിനകത്തോട്ട് എൻറോൾ ആകുകയാണ്. ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു ഡോക്ടർ എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ആക്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണോ? അല്ല, അതൊരു ലോങ് പ്രോസസ്സാണ്. സോ ഇതുപോലെ ഒരു സ്പിരിറ്റ് ആക്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ്സാണ്. അതിനകത്ത് ഒത്തിരി നോളജ് ഉണ്ടാകും, അതിനകത്ത് ഒത്തിരി തിരിച്ചറിവുകളുണ്ടാകും, ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടാകും, ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടാകും, ഒരുപാട് അനുഭവങ്ങളുടെ ഒരു കലവറയായിരിക്കും ഈ ആക്ടിവേഷൻ്റെ പിന്നിൽ സംഭവിക്കുക. സോ ഒരു വ്യക്തി ആ ഒരു സ്പിരിച്വൽ ജേണിക്കകത്ത് പങ്കെടുത്ത് അതിനെ അവരുടെ ലൈഫിനകത്തേക്ക് നോളജായിട്ടും എക്സ്പീരിയൻസായിട്ടും കൊണ്ടുവന്ന് അതിനെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. സോ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്.